സായി കേരളത്തിലെല്ലാവരും സായിനെ പോലെ പല്ല് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. സത്യമാണ്. അല്ല അങ്ങനെ കാര്യമാണല്ലോ ഫാൻസ് പലരും ഉണ്ടാവും. എന്ത് ചെയ്യാനാ, പല്ലിന് ആരാധകർ കൂടിയില്ലേ? സെലിബ്രിറ്റി ലൈഫ് അല്ല, പല്ലിന് ആരാധകർ കൂടിയെന്ന് വെച്ചാൽ ഒന്നും പോകാനില്ല. പല്ലിന് ആരെങ്കിലും വെക്കും തോന്നുന്നുണ്ടോ? ഇന്നെപ്പോലുള്ള അരക്കിറക്കന്മാർ വെക്കും, അല്ല ആരെങ്കിലും ഇതൊക്കെ നിങ്ങൾ വെക്കൂ. ഞാൻ വെക്കുന്നില്ല. വേണ്ടാത്ത പരിപാടിയൊക്കെ ഇത് വേണ്ടാത്ത പരിപാടിയാ. പേഴ്സണൽ എന്റെ പേഴ്സണൽ ഫ്രീഡം അല്ലേ മിസ്റ്റർ ICG വൈശാഖ് അല്ലേ? തീർച്ചയായും. അപ്പൊ വേണ്ടാത്ത പരിപാടിയാണ്. എനിക്ക് വേണ്ടാത്ത പരിപാടിയാണ്. അതെങ്ങനെ? ഞാൻ ചോദിച്ചത് നിങ്ങൾ വെക്കുമോ എന്നാണ്. ഞാൻ വെക്കില്ല. വേണ്ടാത്ത പരിപാടി ബ്രേക്ക് ഇല്ല കേട്ടോ. എന്താ ഇളകുന്നു? ഞാൻ കാര്യം പറയാം. എമ്പുരാൻ ഇറങ്ങിയതിന്റെ ശേഷം എണ്ണം കൗണ്ട് കൂടി വിചാരമുള്ളല്ലേ. സായി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടോ? ഞാനോ? ഇല്ലല്ലേ. ഞാൻ പണ്ടൊന്ന് സ്നേഹ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. സ്നേഹ വീട്ടിൽ നിന്നോ? കല്യാണത്തിന് വേണ്ടിയാണോ? ഒരു മിനിറ്റ് വേറെ ആള് ഇനിയുണ്ട്. സായി ഇപ്പം പഴയ പഞ്ചിലുണ്ടോ ക്വസ്റ്റ്യൻ? അല്ല, ഈ സിനിമയിൽ നടക്കുന്ന സിനിമയിലെ ഭയങ്കര ലഹരിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എന്താണ് സായിന്റെ അഭിപ്രായം? സായി ഇപ്പോൾ ഒരു സിനിമാ നടനായിട്ട് വരാൻ പോവുകയാണ്. അപ്പം സിനിമയിലുള്ള ഈ ലഹരി ഉപയോഗം എങ്ങനെയാണ് സായിന്റെ രീതിയിൽ എങ്ങനെയാണ് സായി കാണുന്നത്? സിനിമയിൽ മാത്രമൊന്നുമല്ല, എവിടെ ലഹരി ഉപയോഗമാണെങ്കിൽ മോശമായ പ്രവൃത്തിയാണ്. പേഴ്സണലി ചെയ്യാതിരിക്കാൻ അവനവൻ്റെ ഓപ്ഷനാണ്. ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി താല്പര്യം. മാറ്റിയെടുക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടതായിരിക്കും? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റില്ല. അവനവൻ്റെ ഇഷ്ടമല്ല, മാറാം. ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ ലഹരി ഉപയോഗിക്കണം? ഉപദേശം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ ഉപദേശത്തിൽ? പിന്നെ ഇപ്പോൾ നന്നാവും. എൻ്റെ ഉപദേശം കിട്ടി നന്നാവാനാണെന്നുണ്ടെങ്കിൽ മതിയല്ലോ. അത് മതിയല്ലോ. ആരും ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വയം നന്നാവാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആരോടും പേഴ്സണലായിട്ട് പറയാം. ഞാൻ ഷൈൻ ടോം ചാക്കാനോട് പറയും, നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫീൽ ഔട്ട് ആവും. ഡയറക്റ്റായിട്ട് എന്തിനാ പറയാതിരിക്കേണ്ട ആവശ്യം. പക്ഷെ ഒരു വട്ടം ഇതേപോലെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതായല്ലോ, കുറേ 10 വർഷം മുന്നേ. ഈ 10 വർഷം മുന്നത്തെ കേസ് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അയാൾ ശരിക്കും ഓൾറെഡി സ്കെച്ച്ഡാണ്. 2024 ഇവിടുന്ന് തന്നെ കൊച്ചി ബേസ്ഡായിട്ടുള്ള വേറെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചു മുതൽ അയാളുടെ വാട്സാപ്പ് ചാറ്റ് മുതലുള്ള ഇവരുടെ ബന്ധങ്ങളിൽ ഫസ്റ്റുള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. അതിനുശേഷമാണ് വേറൊരു കോമ്പിങ് തന്നെ പാലാരിവട്ടം ഏരിയയിൽ നടന്നതിൽ ഷൈൻ ടോം ചാക്കോൻ്റെ പേര് ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും അധികവും പിടിക്കുന്ന സിനിമാക്കാരൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ആ പേരുണ്ട്.